ഡയമെൻഷൻ ചേഞ്ച് ആകുമ്പോഴാണല്ലോ നമുക്ക് അതെ, അതെ. കാര്യങ്ങൾ കൂടുതൽ അതെ, അറിയുന്നത്. അതെ. ഉദാഹരണമായിട്ട് ഇപ്പം നമുക്ക് 3 ഡയമെൻഷൻ അറിയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നീളം അറിയാം, വീതി അറിയാം, അതെ. അതുപോലെ തന്നെ ഉയരവും ഉയരം അറിയാം. അറിയാം. അതെ. ആ കാര്യങ്ങൾ അറിയാം. പക്ഷേ അതെ. അവിടുന്ന് അടുത്ത ഡയമെൻഷനെ കൂടെ മനസ്സിലാക്കുമ്പോഴാണ് ടൈമിനെ അറിയുന്നത്. ടൈമില്. അപ്പം നമ്മൾ 4 ഡയമെൻഷനിലാണ് നമ്മൾ നിൽക്കുന്നത്. അതെ. അവിടുന്ന് അതിൻ്റെ അടുത്ത ഡയമെൻഷൻ അറിയുമ്പോഴാണ് ടൈം ഇല്ലാതെ എങ്ങനെയാണ് ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത്. അതായത് ഈ ഇൻഡ്യൂഷൻ പോലെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ നമ്മൾ വരുന്നത്. അതെ. അപ്പോൾ ആജ്ഞ എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചക്രമാണ്. ചക്രമാണ്. ആജ്ഞാചക്രം ഓപ്പൺ ആയിട്ടുള്ളവർക്കാ ഏറ്റവും നല്ല കമാൻഡിങ് പവർ. തീർച്ചയായിട്ടും. ഈ ഇപ്പൊ നല്ല ലീഡർഷിപ്പ് നല്ല ഒക്കെ ലീഡേഴ്സായി ലീഡർ മാറണമെന്നുണ്ടെങ്കിൽ ലീഡർഷിപ്പ്. ആജ്ഞാചക്രം ഓപ്പൺ ആയിരിക്കും. ഇപ്പം നമ്മൾ ഈ രാഷ്ട്രീയക്കാരെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഓക്കെ. അപ്പോൾ അവരെന്ന് പറഞ്ഞാൽ അവരിലെ മറ്റൊരു ഇതും ഒരു ചക്രങ്ങളും ഓപ്പൺ അല്ലായിരിക്കും. പക്ഷെ അവർ ആജ്ഞയിൽ ഫോക്കസ്ഡ് ആയിരിക്കും. അപ്പോൾ അതെന്ന് വെച്ചാൽ അപ്പോൾ അവർ ഇപ്പം ഒരു സ്റ്റേജിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ പെട്ടെന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അവർക്ക് ഉത്തരം വരും. അവരെ ഒന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. അവർക്ക് പെട്ടെന്ന് അവിടെ ഉത്തരം വരും. അപ്പം അതുപോലെ തന്നെ മറ്റുള്ളവരെ അവർ ഈസിയായിട്ട് കൺട്രോൾ ചെയ്തെടുക്കും. അപ്പം ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളെ കൺട്രോൾ ചെയ്യുന്ന ആളാണല്ലോ ലീഡർ എന്ന് പറയുന്നത്. അതെ, അതെ, അതെ. അപ്പം അങ്ങനെ ഒരു ലീഡറായി മാറണമെന്നുണ്ടെങ്കിൽ അവരെ ആ ഒരു കൺട്രോളിങ് പവർ, അതായത് ആജ്ഞയിൽ അവർ കോൺസെൻട്രേറ്റ് ആയിരിക്കണം. ഇപ്പം എല്ലാ ആളുകളും ഇപ്പം എല്ലാ ലീഡേഴ്സും ഇങ്ങനെ ആജ്ഞാചക്രം പിന്നെ അല്ല അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് എന്തെങ്കിലും ചെയ്തിട്ടാണ് എന്ന് അല്ല. മറിച്ച് അവർ ചിലപ്പോൾ ചില ആൾക്ക് ജന്മന ഈ കഴിവുണ്ട്. കഴിവ്. ജന്മന ആജ്ഞ ഓപ്പൺ ആയിരിക്കും. അതുകൊണ്ട് അവർക്ക് ആ ഒരു കഴിവുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അവർക്ക് ഒരു ലീഡറായി മാറാനായിട്ട് പറ്റും. അല്ലെങ്കിൽ അവർക്ക് നല്ല ബിസിനസ്സുകാരായി മാറാനായിട്ട് പറ്റും. അല്ലെങ്കിൽ അവർക്ക് നല്ല ഇൻവെൻഷൻസ് ഉണ്ടാക്കുന്ന ആളുകളായിട്ട് മാറാൻ പറ്റും. നല്ല വലിയ വലിയ കണ്ടുപിടുത്തങ്ങൾ നടത്താൻ നടത്തുന്ന ആളുകളായിട്ട് മാറാനായിട്ട് പറ്റും. കാരണം അവരുടെ ബോധതലം കൂടുതൽ വികാസം പ്രാപിച്ചതായിരിക്കും.